ഹായ്, നമുക്കിന്ന് പൂളാൻ കറി വെച്ചാലോ? അപ്പോൾ നമ്മൾ പൂളാൻ ആദ്യം ക്ലീൻ ചെയ്തെടുക്കുക. ഏകദേശം ഒരു 1/2 കിലോളം പൂളാനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പ്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുടംപുളി ഇതൊക്കെ ഇട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് നമ്മൾ അത് മിക്സ് ചെയ്ത് റെഡിയാകും. ഈ ചട്ടി പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഈ ചേരുവകളൊന്ന് തിളപ്പിക്കുക. അങ്ങനെ നമ്മൾ ഗ്യാസിലല്ല, അടുപ്പിലാണ് നമ്മൾ ഈ കറി വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഫിഷാണ് കാണുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം തിളക്കാൻ വേണ്ടി. ഏകദേശം ഒരു 15 മിനിറ്റോളമാണ് നമ്മൾ ഈ തിളക്കാൻ വേണ്ടി നോക്കുന്നത്. ഈ മീൻ അധികം വേവ് വേണ്ട ആവശ്യമില്ല, അതിനാലാണ് ഈ അരപ്പ് ഈ കൂട്ട് നമ്മൾ നേരത്തെ തന്നെ തിളപ്പിച്ചെടുക്കുന്നത്. ആദ്യം ചാറൊന്നും വേണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് തിളച്ച് കഴിഞ്ഞ ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം തിളപ്പിച്ച് നമുക്ക് ഇത് ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ കറി എങ്ങനെ വെക്കുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇത്തിരി ചാറൊക്കെ ടൈമൊക്കെ ചിലപ്പോൾ മാറിപ്പോവും. അങ്ങനെ മീൻ ഇട്ട് കൊടുത്തു. ഏകദേശം 1/2 കിലോ മീനാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. പുഴമീനായ പൂളാനാണ്. അങ്ങനെ നമ്മൾ മീനെല്ലാം ചട്ടിയിലോട്ടിട്ട് കുറച്ച് നേരം മൂടി വെക്കുക. അങ്ങനെ വേവാൻ വേണ്ടി അതൊക്കെയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഇടയിൽ ഇതിനൊക്കെ താളിക്കാനുള്ള സംഭവം റെഡിയാക്കേണ്ടതുണ്ട്. ആ സംഭവം താളിച്ചെടുത്തിട്ടാണ് മീൻ കറി റെഡിയാവുകയുള്ളൂ. അങ്ങനെ വെളിച്ചെണ്ണ നമുക്ക് താളിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് ഇപ്പം മീൻ അടച്ചു വെച്ചു. താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ തിളച്ച ശേഷമാണ് ചുമന്നുള്ളി ചുമന്നുള്ളിയും വേപ്പിലയും ചേർത്ത് കൊടുക്കുന്നത്. ശേഷം മൊരിയിട്ടത് ഒരു ഏകദേശം ബ്രൗൺ നിറമായ ശേഷം നമ്മൾ ഇത് റെഡിയായിട്ട് മീനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മീനിലോട്ട് അത് ഇട്ട് കൊടുക്കുക. ഇത്രയുമുള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. അങ്ങനെ ഫിഷ് കറി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.